ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവരുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ ഏത് രീതിയിലാണ് അവരുടെ അവസ്ഥ, അതുപോലെ അവരിപ്പോ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഫീലിങ്സോ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടോ, നിങ്ങൾ അറിയരുത് അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ അവർ എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോഴൊക്കെയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്തു തുടങ്ങുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നല്ലോണം ഓർക്കുക. അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക. അവരുടെ മുഖം നിങ്ങൾ മനസ്സിലേക്ക് ഓർക്കുക. ഡീപ്പ് ആയിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. കംപ്ലീറ്റ്ലി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക. ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോ ആയിട്ട് കണക്ട് ആവാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Five of Swords, Page of Cups, Ten of Cups, Nine of Swords, Four of Wands, Knight of Pentacles, King of Wands, Four of Pentacles, Two of Cups, the Tower, Four of Cups, Two of Wands, Ace of Wands, Knight of Swords, Eight of Swords, Queen of Pentacles, the Chariot, Six of Swords. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് നയൻ ഓഫ് വാണ്ട്സ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളിപ്പോ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സെപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് കുറച്ചൊരു ലോങ് ടേം ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. ഒരു സഡൻ ആയിട്ടുള്ള ഒരു എനർജി അല്ല കാണിക്കുന്നത്. കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഫാമിലി എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് മെയിൻ ആയിട്ട്. ടു ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഫാമിലി എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആരെങ്കിലും ഒരു വ്യക്തിയാവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ പാർട്ട്ണർ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സെപ്പറേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ചിലപ്പോൾ നിങ്ങളൊരു ഡിവോഴ്സിലേക്കൊക്കെ പോയിക്കൊണ്ട് നിൽക്കുന്ന എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഡിവോഴ്സ് വേണമെന്ന് ആ ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ആ ഒരു വേദനയിലായിരിക്കാം നിൽക്കുന്നത്. ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോയിട്ട് അവിടെ വെച്ച് നിങ്ങൾ ബ്രേക്ക് ആയി പോയിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോഴേക്കും ഒരു മാരേജിലേക്കൊക്കെ പോകാൻ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ട് പോയിരിക്കുകയാണ്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് നിങ്ങൾക്കിടയിൽ സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്ന എനർജി. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥകൾ, മാറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ടവർ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് എന്തായാലും ഈ ഒരു സമയത്ത് ദൈവികമായ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിന്റെ തിരിച്ചടി ഇവരിപ്പോ നേരിട്ട് നിൽക്കുന്ന എനർജി തന്നെയാണ്. അപ്പൊ സിറ്റുവേഷൻ മെയിൻ ആയിട്ട് അത് തന്നെയാണ് കാണിക്കുന്നത്. ദൈവികപരമായിട്ട് ഒരു തിരിച്ചടി അല്ലെങ്കിൽ തിരിച്ചറിവ് നേരിട്ടിട്ട് നയൻ ഓഫ് സോൾസ് ആണ്. വളരെയധികം ഒരു പെയിൻഫുൾ ആയ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. ചാരിയറ്റ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ യാതൊരു രീതിയിൽ ഈ ഒരു പേഴ്സൺ അത് നിങ്ങളെ എന്നല്ല ഇവരുടെ ചുറ്റുമുള്ളവരെ പോലും അറിയിക്കാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇമോഷൻസ് ഒക്കെ ഭയങ്കര മനോഹരമായിട്ട് തന്നെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തികളാണ്. ഇവർക്ക് മനസ്സുകൊണ്ട് ഇവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പ്രത്യേകമായിട്ടുള്ള ഒരു പവർ ഉള്ള വ്യക്തികളാണ്. അതുപോലെ തന്നെ ഇവർ കുറച്ചൊരു സ്വാർത്ഥ താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളുമാണ്. സ്വാർത്ഥ താല്പര്യം എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ഇവരുടെ ഒരു ക്യാരക്ടർ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ഇമോഷൻസ് ഒന്നും ഒരു ലിമിറ്റിൽ കൂടുതൽ ഇവർ പുറത്തേക്ക് കാണിക്കില്ല. സന്തോഷമാണെന്നുണ്ടെങ്കിലും സങ്കടമാണെന്നുണ്ടെങ്കിലും ഇവരുടെ വിജയങ്ങളാണെന്നുണ്ടെങ്കിലും അങ്ങനെ എല്ലാവരെയും അറിയിച്ച് നടക്കുന്ന ഒരു വ്യക്തികളല്ല.
എല്ലാം സ്വന്തമായിട്ട് ഉള്ളിൽ ഒതുക്കിയിട്ട് അല്ലെങ്കിൽ ഇവർക്ക് ആ ഒരു കംഫർട്ട് സോണിൽ മാത്രം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളാണ്. പ്രത്യേകിച്ച് ഇവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പെയിൻ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു വേദനകളൊന്നും ഒരു കാരണവശാലും ഇവർ ആരെയും കാണിക്കില്ല. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് സെപ്പറേഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു വലിയ രീതിക്ക് തിരിച്ചടി വന്നിട്ട് പോലും ഇവർ ആ ഒരു മെന്റാലിറ്റി മാറ്റിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ആ ഒരു ക്യാരക്ടർ ഇപ്പോഴും അവരുടെ ഇമോഷൻസ് അവർ കൺട്രോൾ ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ആരും അറിയരുത്, ഇത്രയും വലിയൊരു അടി ലഭിച്ചിട്ട് പോലും അതും ആരും അറിയരുത് എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ്. പക്ഷെ ഒരുപാട് വേദനിക്കുന്നുണ്ട്. 9 ഓഫ് സോഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. രാത്രി പകലും എന്ന പോലെ ഫുൾ ടൈം ഒരു ഓർമ്മയിലാണ് നിൽക്കുന്നത്. ഓർമ്മകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഓർമ്മകൾ തന്നെയാണ്. 2 ഓഫ് കപ്സ് ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ ഈ ഒരു സമയത്ത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം എന്താണോ നോക്കിയത്, ഇവർ എന്താണ് ഹൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അപ്പൊ ഇവർ മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറഞ്ഞു വരാം. 5 ഓഫ് സോഴ്സ് ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പൊ ഒരു ഡിവോഴ്സിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു കേസ് കാര്യങ്ങളൊക്കെ കേട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്കെതിരെ, നിങ്ങളെ നേടാനല്ല നിങ്ങളെ വേണ്ട എന്നുള്ള രീതിക്കൊക്കെ ചിലപ്പോ. പക്ഷേ ഇവരുടെ ആ ഒരു ഫൈറ്റിംഗ് എനർജി കംപ്ലീറ്റ് ഇപ്പോൾ ഡ്രെയിൻ ഔട്ട് ആയിരിക്കുകയാണ്. ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഇവർ ഇത്രയും ഭയങ്കര എനർജറ്റിക് ആയിട്ട് അവർ അമ്പും വില്ലും ഒക്കെ എടുത്ത് നിന്നിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കംപ്ലീറ്റ്ലി ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. ഇതാണ് യഥാർത്ഥമായ രൂപം. പുറമേ നിന്ന് നോക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു കാര്യം കാണുന്നത്. പക്ഷെ യഥാർത്ഥമായിട്ട് ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇവരുടെ എനർജീസ് എല്ലാം ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ലോസ് ആയി തീർന്നിരിക്കുന്ന ഒരു എനർജിയാണ്. ഇവർക്ക് ഇനി പുറത്തേക്ക് പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് പടപൊരുതുവാനോ ഒന്നിനും തന്നെ സാധിക്കുന്നില്ല. ടവർ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന തിരിച്ചടി എന്ന് പറയുന്നത് ഈ ഒരു യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവർക്ക് കൊടുത്തിരിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സുരുകിയുള്ള പ്രാർത്ഥന, നിങ്ങൾ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റുകൾ ഒന്നും ചെയ്യാതെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫാമിലി എനർജി മാത്രമല്ല, ഡിവോഴ്സ് കേസ് മാത്രമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ഒരു വ്യക്തി ലൈഫിൽ നിന്നേ മാറ്റപ്പെടുത്തി നിർത്തിയിരിക്കുന്നതിന്റെ റീസൺ നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളത് തന്നെയായിരിക്കാം ഈ ഒരു റീഡിങ്. കാരണം നിങ്ങളുടെ മനസ്സുരുകിയുള്ള ആ ഒരു വേദന, ചിലപ്പോൾ നിങ്ങൾ ഇവർക്കൊരു ചീത്ത വരണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ പെയിൻ എന്ന് പറയുന്നത് ഈ ഒരു യൂണിവേഴ്സ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ആ ഒരു തിരിച്ചടി കൊടുത്തിരിക്കുന്നത്. കാരണം ഇവരുടെ അഹങ്കാരം ശമിപ്പിക്കുക, ഇവരുടെ ആ ഒരു ഞാൻ എന്നുള്ള ഭാവം ശമിപ്പിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് അവരുടെ ആ ഒരു അഹങ്കാരം ഇവിടെ ശമിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പക്ഷെ ഇവര് അത് ആരെയും കാണിക്കുന്നില്ല. അപ്പോഴും ഇവരുടെ ആ ഒരു മുഖംമൂടി അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു സെൽഫിഷ്നെസ് ആയിട്ടുള്ള ഒരു ഈഗോയിസം അവർ പുറത്തേക്ക് എടുത്ത് ആ ഒരു മുഖം അണിഞ്ഞിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ആരുടെ മുമ്പിലും തോറ്റു തരില്ല എന്നുള്ള ഒരു രീതി തന്നെയാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ഇവരുടെ മനസ്സിലേക്ക് നോക്കുന്നത് കൊണ്ടിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. പേജ് ഓഫ് കപ്സ് ആണ്. എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണം എന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഹേർട്ട് ടു ഹേർട്ട് കോൺവെർസേഷൻ വേണം. അതും നേരിട്ട് എത്രയും വേഗം നിങ്ങളൊന്ന് മീറ്റ് ചെയ്യണം. പക്ഷെ ആ ഒരു മീറ്റ് ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കണം എന്ന് അറിയില്ല. എങ്കിലും ഒരു റിസ്ക് എടുക്കണം. കാരണം റിലേഷൻഷിപ്പിൽ ഇനി ഒരു സെപ്പറേഷൻ സ്റ്റേജിലേക്ക് പോകരുത്, അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെടുത്തി കളയരുത് എന്നൊരു ചിന്ത ഇവർക്ക് വന്നിട്ടുണ്ട്. അവർ സത്യസന്ധമായിട്ട് തന്നെ പല കാര്യങ്ങളും അവരുടെ ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അറിയണം എന്ന് ചിലപ്പോൾ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളും എല്ലാം സത്യസന്ധമായിട്ട് തന്നെ നിങ്ങളിലേക്ക് നൽകണം, നിങ്ങളോട് പറയണം. അതിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ, ഈ ഒരു ബന്ധത്തിനെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ കൊണ്ടുവരണം എന്നൊരു ഫീലിങ്സ് ഇവരുടെ ഉള്ളിൽ നിൽക്കുകയാണ്. പക്ഷെ ഇവരിത് പുറത്തേക്ക് കാണിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. കാരണം റിപ്പീറ്റ് ചെയ്യേണ്ട കാരണം മറ്റൊന്നുമല്ല, ഇവിടെ വന്നിരിക്കുന്ന ഒരു സ്പ്രെഡ് റിപ്പീറ്റേഷൻ തന്നെയാണ് നമുക്ക് ആക്ച്വലി സ്പ്രെഡ് കിട്ടിയിരിക്കുന്നത്. ഇവരുടെ ഇമോഷൻസ് ഇവർ പുറത്തേക്ക് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സമയം ആയിട്ടില്ല എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. കാരണം അവർക്ക് അവരുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെ ആയതുകൊണ്ട്, പെട്ടെന്ന് ഒരു ക്യാരക്ടർ ഇങ്ങനെയുള്ള വ്യക്തി പെട്ടെന്ന് എല്ലാവരുടെയും മുമ്പിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് തല കുനിക്കുക എന്ന് പറയുമ്പോൾ ചിലവരെ സംബന്ധിച്ച് അത് സാധിക്കില്ല. അത് തീർച്ചയായിട്ടും ഇവർക്ക് നിങ്ങളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല, ഇവർക്ക് പെട്ടെന്ന് തല കുനിച്ച് തരാനോ അല്ലെങ്കിൽ ഇവർ നിങ്ങളുടെ മുന്നിൽ തോറ്റു പോകുമോ എന്നുള്ളൊരു ചിന്ത, ആ ഒരു ഓവർ തിങ്കിങ് തന്നെയാണ് ഇവരുടെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും കാണില്ലായിരിക്കാം, ഇവർ എങ്ങനെയെങ്കിലും വന്നാൽ മതി എന്നൊരു ചിന്തയിലായിരിക്കാം നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ ഇവർ ചിന്തിക്കുന്ന മറ്റൊരു രീതിയിലാണ്. തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ടുപേർക്കും രണ്ട് രീതിയിലുള്ള ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷെ ഒരുപാട് വേദനിക്കുന്നുണ്ട്, മനസ്സുരുകി കരയുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. 9 ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു പേഴ്സൺ, നിങ്ങൾക്കിവിടെ കാണാം, തല കുനിച്ചിരുന്ന് അത്രത്തോളം ഒരു വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ഓവർ തിങ്കിങ് ഭയങ്കര മെയിൻ ആയിട്ടാണ് ഇവരുടെ ഇതിൽ കാണിച്ചിരിക്കുന്നത്.
പക്ഷെ എത്രത്തോളം ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ലൈഫിനെ കുറിച്ച് ഇപ്പൊ കൂടുതലായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ഒരു പ്ലാനിങ്ങിലാണ് ഇവർ ഇരിക്കുന്നത്. എന്ത് രീതിയിൽ വേണം ഇതിനെ ഇനി മോഡിഫൈ ചെയ്തെടുക്കാൻ, ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ ഏത് രീതിയിൽ സോൾവ് ചെയ്യണം, അത് കോർട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ ആയിരിക്കണം. ഇപ്പൊ ഡിവോഴ്സ് മെയിൻ ആയിട്ട് ഞാൻ പറയാണ്, ആ ഒരു രീതിയിലായിരിക്കണോ അതോ നിങ്ങളെ നേരിട്ട് കണ്ടിട്ടായിരിക്കണമോ, ആ ഒരു രീതിയിലൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. ഒരു മെസ്സേജ് കാര്യങ്ങളല്ല നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കാർഡാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഓറൽ ആയിട്ട് തന്നെ സംസാരിക്കുക, ടൈപ്പ് ചെയ്തൊരു മെസ്സേജ് കാര്യങ്ങളല്ല, നേരിട്ട് നിങ്ങളോട് സംസാരിക്കുക, നിങ്ങളുമായിട്ട് നേരിട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ചിലരുടെ കാര്യത്തിൽ കാണിക്കുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരിപ്പോ നിങ്ങളോട് വീഡിയോ കോൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് സംസാരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു മീഡിയേറ്ററോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിങ്ങളുമായിട്ട് ഇവർക്ക് തന്നെ സംസാരിക്കണം. അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചിന്തയിൽ ഇരിക്കുകയാണ്. കംപ്ലീറ്റ്ലി ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരു പരിവർത്തനം നടന്നിരിക്കുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇവർക്കൊരു മാറ്റങ്ങൾ കൈവന്നിട്ടുണ്ട്. ഇവരുടെ ആ ഒരു മെന്റാലിറ്റിയിലൊക്കെ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ഒരു ഈഗോ ക്യാരക്ടർ ഇവരുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും അത് പുറമേ ഇപ്പൊ ഒരു മുഖംമൂടിയായിട്ട് മാത്രമാണ് അണിഞ്ഞു നിൽക്കുന്നത്. കാരണം യഥാർത്ഥമായിട്ടുള്ള ഇവരുടെ ഒരു ക്യാരക്ടറിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ എനർജീസ് കംപ്ലീറ്റ്ലി പുറത്തേക്ക് പോയി കഴിഞ്ഞു. ഇവരിപ്പോ ഒട്ടും തന്നെ ഒരു ഓൺ ആയിട്ടുള്ള എനർജിയിലല്ല നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇവർ ആ ഒരു പഴയ ക്യാരക്ടറിലല്ല നിൽക്കുന്നത്. അത് പുറമേ കാണിക്കുന്ന ഒരു മുഖംമൂടി ആയിട്ട് മാത്രം അണിഞ്ഞിരിക്കുന്ന വ്യക്തികളാണ്. അവരുടെ സ്നേഹം നിങ്ങളിലേക്ക് പകർത്തി നൽകണമെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം അവർ ഏറ്റുവാങ്ങണമെന്നും മനസ്സുകൊണ്ട് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ആ ഒരു ചിന്തകളിലൂടെ അവരുടെ എനർജി എന്ന് പറയുന്നത് 4 ഓഫ് കപ്സ് ആണ്. എപ്പോഴും നിങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കുക. 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു ഡിപ്രഷൻ കാർഡാണ്. അതായത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയോ, കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു പോയോ എന്നൊരു ഭയമാണ് ഇവർക്കിപ്പോ വന്നിരിക്കുന്നത്. ആ ഒരു ഭയത്തിനെ മറികടക്കാനായിട്ട് പല രീതിയിൽ ഇവർ ഇതിനെ കൺവേർട്ട് ചെയ്ത് വിടുന്നുണ്ട്. അവർ തന്നെ ചിന്തിക്കുന്നുണ്ട് ഒരിക്കലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇവരെ മറക്കാൻ സാധിക്കില്ല, ഇവർ വന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. അങ്ങനെ അതിനെ അവരുടെ മൈൻഡിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് അവർ നോക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. എന്തായിരിക്കും നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും ഇവർ അവഗണിച്ചപ്പോൾ നിങ്ങൾ ഇനിയിപ്പോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കുമോ, ആ ഒരു രീതിയിലും ഇവരിപ്പോ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ചാൻസ് നിങ്ങൾ ഇവർക്ക് കൊടുക്കണം. ആ ഒരു ചാൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവർ എന്താണോ ചെയ്യേണ്ടത്, വർക്ക് ചെയ്യേണ്ട ഭാഗം ഏതാണോ അതിന് വേണ്ടിയിട്ട് എല്ലാവിധ എഫേർട്ട് എടുക്കാനും ആ ഒരു ചാൻസ് മാക്സിമം യൂസ് ചെയ്യാനും ഇവർ തയ്യാറാണെന്നുള്ളത് ഇവർ ആ ഒരു മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് അറിയിക്കുന്നുണ്ട്. ആ ഒരു ടെലിപ്പതി കണക്ഷൻ പോലെ അവരെല്ലാം നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് പാസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നൈറ്റ് ഓഫ് സോൾസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇവരുടെ പുറകെ ഒരുപാട് വന്നിട്ടും ഇവർ നിങ്ങളെ മൈൻഡ് ചെയ്യാതെ ആയപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നടന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ തിരിഞ്ഞു നടന്ന ആ ഒരു സമയത്ത് ഇവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചടിയാണ് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഇവരെ ആഴത്തിൽ ചിന്തിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവര് ആ ഒരു ചിന്തകൾ, നിങ്ങൾ ഇവരുടെ പുറകെ വന്നതാണല്ലോ എന്നൊരു വിശ്വാസത്തോടു കൂടി അതേ സ്നേഹവുമായിട്ട് ഇപ്പൊ നിങ്ങളെ ചേസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചേസ് ചെയ്യാന്ന് പറയുമ്പോൾ അവർ നിങ്ങളിലേക്കുള്ള യാത്രയിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പുറകെ വരാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അവരുടെ ഇമോഷൻസ്, അവരുടെ ദേഷ്യം, ആ എടുത്തുചാട്ടം, ഈ ഒരു കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ചതിന് ശേഷം സ്വയം തന്നെ കെട്ടി നിർത്തിയിരിക്കുന്ന ആ ഒരു കെട്ടുകളെല്ലാം പൂർണ്ണമായിട്ടും അഴിച്ചുകൊണ്ട്, ഓക്കെ, സ്വയം കെട്ടി നിർത്തുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവിടെ വന്നിരിക്കുന്നതിൽ ഇവരെ ആരും കൺട്രോൾ ചെയ്യുന്നതായിട്ടല്ല ആക്ച്വലി കാണിക്കുന്നത്. ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ചിലവരുടെ കേസിൽ, മറ്റെന്തെങ്കിലും ഫാമിലി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും ഇവർക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഉള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്പ്രെഡിൽ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഇവരെ മറ്റൊരാളല്ല ആക്ച്വലി കൺട്രോൾ ചെയ്യുന്നത്. ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇവർക്ക് തന്നെ സാധിക്കുന്ന വ്യക്തികളാണ്. ഇപ്പൊ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് ഇവരുടേതായ ഒരു തീരുമാനം എടുത്ത് തീർച്ചയായിട്ടും അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ആ ഒരു കെട്ടുകളെല്ലാം പുറത്തേക്ക് അഴിച്ചു കളയണം, അതിലൂടെ നിങ്ങളിലേക്ക് വരണം. നിങ്ങളുടെ ബന്ധത്തിൽ വീണ്ടും ഒരു ഡ്രീം ചെയ്യുകയാണ് അവര്. ഇതിനെ കൂടുതലായിട്ട് എങ്ങനെയാണ് മുന്നോട്ടേക്ക് വേണ്ടത്, നമുക്കിവിടെ വന്നിരിക്കുന്നത് ഓൾറെഡി നാം പറഞ്ഞായിരുന്നു. നൈറ്റ് ഓഫ് പെന്റക്കിൾസും ക്യൂൻ ഓഫ് പെന്റക്കിൾസും കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. അല്ലാതെ പ്ലാനിങ് മാത്രമല്ല, ഇവിടെ ഒരു പ്ലാനിങ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവരിവിടെ ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. എല്ലാ ഇമോഷൻസും സ്വയം നിയന്ത്രിച്ച് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ ഇവരുടെ ലൈഫിൽ ഇവർ നേരിട്ടിരിക്കുന്ന ഈ ഒരു തിരിച്ചടി ഒരു കാരണവശാലും നിങ്ങളെ അറിയിക്കരുത് എന്നുള്ള ഒരു എനർജി ഇവിടെ മെയിൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിപ്പോ അവർ നിങ്ങളുടെ അടുത്തേക്ക് നേരിട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഒരുപക്ഷെ നിങ്ങളോട് പറയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ബാക്കി കാര്യങ്ങൾ പറയാനാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്താണ് റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ നിങ്ങളുടെ അടുത്തേക്ക് ക്ഷമാപണം നടത്തുക,
നിങ്ങളുടെ ബന്ധവുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്യുക, അതെല്ലാം നിങ്ങളിലേക്ക് പറയുക. എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാൻ തയ്യാറാണ്. പക്ഷേ അവർക്ക് നേരിട്ടത് ഈ ഒരു തിരിച്ചടി വന്നപ്പോഴാണ് അവർ ഈ ഒരു കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ അവർ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അത് അവർ നിങ്ങളിലേക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യം തന്നെയാണെന്ന് പറയാം അവർ അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിൽ നിൽക്കുന്നത്. കാരണം അവർ ചിന്തിക്കുന്ന രീതി എന്ന് പറയുന്നത് അതും കൂടെ നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒന്നുമല്ലാതെയായി പോകുമോ നിങ്ങളുടെ മുന്നിൽ എന്നുള്ള രീതിക്കാണ്. അപ്പൊ അതിന് പകരം നിങ്ങളോടുള്ള സ്നേഹം ഇവർ തിരിച്ചറിഞ്ഞിട്ട് വരികയാണ് എന്നുള്ള രീതിക്കായിരിക്കാം ഈ ഒരു person നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. കമ്മ്യൂണിക്കേഷൻ കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഉടനെ തന്നെ വരാനുള്ള സാധ്യതകളുണ്ട്. അതും വളരെയധികം passionate ആയിട്ട് തന്നെ നിങ്ങളുടെ സ്നേഹത്തെ നോക്കി കണ്ടുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത്. അവർ പഠിച്ചിരിക്കുന്ന പാഠങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു relationship ന്റെ കാര്യത്തിൽ എന്താണ് അവർ sacrifice ചെയ്യേണ്ടിയിരുന്നത്. sacrifice എന്ന് പറയാൻ കാരണം തീർച്ചയായിട്ടും ഒരു relationship എന്ന് പറയുമ്പോൾ understanding മാത്രമല്ല ചില കാര്യങ്ങൾ sacrifice ചെയ്യേണ്ടതായിട്ട് വരും. എല്ലാം sacrifice ചെയ്യുമ്പോഴാണ് ബന്ധത്തിന് ഒരു നിലനിൽപ്പില്ലാതെയായിട്ടും അല്ലെങ്കിൽ ഒരു ഭംഗിയില്ലാതെയായിട്ടും പോകുന്നത്. പക്ഷെ ചില കാര്യങ്ങളിൽ രണ്ടുപേരും ഒരുപോലെ ചില കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമാണ് ആ ഒരു ബന്ധം വിജയിക്കുകയുള്ളൂ. എന്നാൽ ഈ ഒരു സമയത്ത് ആ ഒരു കാര്യങ്ങൾ അവർ മാനസികമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കാര്യങ്ങൾ അവർ ചെയ്തില്ലല്ലോ എന്നൊരു കുറ്റബോധം ഇപ്പൊ അവർക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ആ ഒരു അവരുടെ ആ ഒരു mentality അതിനെയെല്ലാം release ചെയ്യാനും സ്വയം ഒന്ന് heal ആയിട്ട് ആ ഒരു past ഇനി ഒരു രീതിക്കും present ലെ moments നെ effect ചെയ്യാത്ത രീതിയിൽ സ്വയം heal ആയതിനു ശേഷം ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്നു പറയണം. അതുപോലെ തന്നെ നിങ്ങളുടെ relationship ആയിട്ട് ബന്ധപ്പെട്ട് ആ ഒരു person ഇപ്പൊ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂടെ ഒരു യാത്ര പോകണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഒരു travelling അവർ മാനസികപരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു commitment തന്നുകൊണ്ട് തന്നെ relationship ആയിട്ട് മുന്നോട്ടേക്ക് പോകാനും ആ ഒരു commitment ലൂടെ ഒരു ആഘോഷം കൊണ്ടുവരാനും നിങ്ങളായിട്ട് ഒരുമിച്ചുള്ള ഒരു moments നിങ്ങൾ മാത്രമായിട്ടുള്ള ഒരു moments ഈ ഒരു person ഇപ്പൊ മനസ്സുകൊണ്ട് ഒത്തിരി ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ plan ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഒരുമിച്ച് എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നൊക്കെ plan ചെയ്ത് നിൽക്കുന്നവരായിരിക്കാം. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് സാധിച്ചു തരാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് എത്രയും വേഗം സാധിച്ചു തരാനും അതിനു വേണ്ടിയിട്ട് സ്വന്തമായിട്ട് തന്നെ effort എടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു person ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ട് എന്തോ ഒരു connection ഇവർക്കുണ്ട്. ഒരു past life connection നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. May be അതുകൊണ്ടായിരിക്കാം അറ്റുപോകും എന്നുള്ള രീതിക്ക് വരെ വന്നിട്ടും ഈ ഒരു relationship ലേക്ക് വീണ്ടും ഒരു attraction വരുന്നതും അല്ലെങ്കിൽ ഇതിനെ complete ആയിട്ട് വിട്ടുപോകാൻ സാധിക്കാത്തതും. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു നിങ്ങളുടെ relationship ൽ ഈ ഒരു separation stage വന്നിട്ട് ഒരുപക്ഷെ കുറച്ചധികം നാളുകൾ ആയിട്ടുണ്ടാവും എന്നുള്ളത്. അവർ let go ചെയ്ത് പോയവരായിരിക്കാം. ചിലപ്പോൾ നിങ്ങളും let go ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം. എങ്കിലും വീണ്ടും ഈ ഒരു connection വരുന്നതിന്റെ reason എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തോ ഒരു divine connection നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ട് എന്നുള്ളത് ഇവരിപ്പോ ചിന്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ life നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ നോക്കിക്കാണുന്നത് ഒരു lover എന്നതിനേക്കാൾ അല്ലെങ്കിൽ ഒരു partner എന്നതിനേക്കാൾ കൂടുതൽ ഒരു friend എന്നുള്ള രീതിക്കും കൂടെയാണ്. ചിലപ്പോൾ നിങ്ങളുടെ relationship എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നിച്ച ആ ഒരു സമയത്ത് ഒരു friendship ലൂടെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു love relationship ലേക്കായി മാറിയത്. അപ്പൊ ഇപ്പൊ ആ ഒരു സമയത്ത് ഇവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു friendship ഒക്കെ എത്രമാത്രം മനോഹരമായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു friendship ൽ നിന്ന് ഒരു love relationship ലേക്ക് അത് convert ആയി വന്നെങ്കിൽ പോലും അപ്പോഴും എത്രത്തോളം മനോഹരമായിരുന്നു. അവ സ്വന്തം ഭാഗത്ത് നിന്നുണ്ടായ കുറച്ച് mistakes കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നതല്ലോ. അപ്പൊ ഇനി ഒരു reconciliation നിങ്ങളുടെ ബന്ധത്തിൽ നടത്തുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന അതായത് ആ ഒരു പഴയ സമയത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണോ അത്രത്തോളം strong ആയിട്ട് തന്നെ വീണ്ടും ഇതിനെ കൊണ്ടുവരണം. ചിലപ്പോൾ നിങ്ങൾ ഒരു കളിതമാശ പോലെ, കളിതമാശ എന്ന് പറയുമ്പോൾ ഒരു തമാശയൊക്കെ ഒരുപാട് പറയുക, ഭയങ്കര enjoy ചെയ്തിട്ട് relationship കൊണ്ടുപോവുക, ആ ഒരു രീതി ആയിരുന്നിരിക്കണം. പക്ഷെ ഒരു commitment ലേക്കൊക്കെ കേറി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ രീതികൾക്ക് മാറ്റം വന്നിട്ടുണ്ടായിരിക്കും. ഈ ഒരു person ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി changes സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അവർ കുറച്ചൊരു egoism കൂടിയുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ ഒരുപാട് control കാര്യങ്ങളൊക്കെ നിങ്ങളെ ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഉടനെ തന്നെ മാറ്റാനും നിങ്ങൾക്കിടയിലുള്ള ആ ഒരു പഴയ chemistry വീണ്ടും കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ relationship നെ ഏറ്റവും safe ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് എത്തിക്കാനും future ലേക്ക് ഇതൊരു long term ആയിട്ട് തന്നെ കൊണ്ടുപോകണം. ആ ഒരു സ്നേഹം ഇവരുടെ യഥാർത്ഥമായ സ്നേഹം നിങ്ങൾ deserve ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ എന്നല്ല ഒരു genuine ആയിട്ടുള്ള സ്നേഹം deserve ചെയ്യുന്ന വ്യക്തി തന്നെയാണ് നിങ്ങൾ എന്നുള്ളത് ഈ ഒരു time ൽ ഇവർ തിരിച്ചറിയുന്നുണ്ട്. അവർ അത്രത്തോളം നിങ്ങളെ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവർ ആ ഒരു soul connection നെ വീണ്ടും നിങ്ങളുമായിട്ട്
ഒന്ന് അട്രാക്ട് ചെയ്യിക്കാനും അല്ലെങ്കിൽ കണക്ട് ചെയ്യിക്കാനും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഒന്നും തന്നെ പക്ഷെ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയരുത്. അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് അവർ കൂടുതലായിട്ട് ചിന്തിച്ചിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഇതൊന്നും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം നിങ്ങളോട് പറയാനല്ല അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നിരിക്കുന്ന പ്രശ്നങ്ങൾ, യഥാർത്ഥമായിട്ട് നടന്നിരിക്കുന്ന പ്രശ്നങ്ങൾ, ആ ഒരു സത്യമായ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യണം. അതെല്ലാം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെ അവർ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ, റിലേഷൻഷിപ്പിന്റെ വാല്യൂ മനസ്സിലാക്കിയിരിക്കുന്നത് എല്ലാം നിങ്ങളോട് പറയണം. പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർ ഈ വേദനിച്ച കാര്യങ്ങളോ, ഈ ഒരു തിരിച്ചടി നേരിട്ട കാര്യങ്ങളോ, അല്ലെങ്കിൽ ആ ഒരു ഒറ്റപ്പെടലെ കാര്യങ്ങളൊക്കെ ലൈഫിൽ നേരിട്ടിരിക്കുന്നതോ അതൊന്നും പറയാതെ എല്ലാ ഇമോഷൻസിനെയും അതിനെയൊക്കെ നിയന്ത്രിച്ച് വെക്കണം. എല്ലാം നിങ്ങളിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു വില നിങ്ങളുടെ മുന്നിലേക്ക് പോയാലോ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എനർജി ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുമ്പോൾ അവർ ഒന്നുമല്ലാതെയായി പോയാലോ എന്നൊരു ചിന്തയാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം അവരിപ്പോ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന 9 of Wands ആണ്. ഒരുപാട് ഭയം ഈ ഒരു ടൈമിൽ അവരിൽ കാണുന്നുണ്ട്. ആ ഒരു ഭയം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇനി വന്നു കഴിയുമ്പോഴേക്കും ഇവരുടെ ഈ എനർജി ലോസ് ആയതെല്ലാം നിങ്ങൾ തിരിച്ചറിയുമോ, അല്ലെങ്കിൽ ഇവരുടെ ഉള്ളിൽ നിന്ന് ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി എടുക്കുമോ, ഈ ഒരു ഭയമൊക്കെ ഉണ്ട്. അതുപോലെ നിങ്ങളെ കംപ്ലീറ്റ്ലി ഇനി നഷ്ടപ്പെട്ടു പോയോ, ഈ ഒരു ചിന്തകളും ഉണ്ട്. 10 of Swords വന്നിട്ടുണ്ട്. ഒരു മരണതുല്യമായ വേദനയിലൂടെ തന്നെ കടന്നു പോകുന്ന എനർജിയാണ് 10 of Swords എന്ന് പറയുമ്പോൾ. അത്രത്തോളം പെയിൻഫുൾ ആയ സിറ്റുവേഷൻ, അത് ഒരു പരിവർത്തനത്തിന് മുമ്പുള്ള എനർജിയാണത്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ പരിവർത്തനം ഓൾറെഡി അവരുടെ മൈൻഡിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആ ഒരു പരിവർത്തനം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർ ഈ ഒരു പ്ലാനിങ്ങിൽ നിൽക്കുന്നത് കൊണ്ടിട്ടാണ് ആ ഒരു എനർജി പറയാനുള്ള കാരണം. എങ്കിൽ പോലും ആ ഒരു ഭയത്തിനെ എല്ലാം മറികടന്നിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ വീണ്ടും ഒരു കമ്മിറ്റ്മെന്റ് വേണമെന്ന് മനസ്സുകൊണ്ട് ഹൈ പ്രീസ്റ്റസ് ആണ് അവരുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് അവർ തയ്യാറാകുന്നു. അതിലൂടെ ഈ ഒരു ബന്ധത്തിൽ വീണ്ടും ഒരു സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് അവരിപ്പോ നിങ്ങൾ അറിയാതെ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സന്റെ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴും ഈഗോ ഒരു ക്യാരക്ടർ ആണ് കാണിക്കുന്നത്. നിങ്ങളെ വേണ്ടാന്നുള്ള രീതിക്കാണ് പെരുമാറുന്നതെല്ലാം തന്നെ. എന്താണ് അപ്പൊ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. പക്ഷെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സന്റെ ഉള്ളിൽ നടക്കുന്ന ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു രീതിയിലാണ്. അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ കൈവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് അവരുടെ ഒരു ഇമോഷൻസ് കൂടെ നമുക്ക് നോക്കാം. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഇപ്പോ ഏത് രീതിയിലാണ് നിൽക്കുന്നത്. ഡെസ്റ്റിനി ആണ്, എലോൺ ടൈം ആണ്, ഫോളിങ് ഫാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർ ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുന്നത്. എലോൺ ടൈം എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് എല്ലാ രീതിക്കും ഒറ്റപ്പെട്ട് പോയിരിക്കുന്നു. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിറ്റി വന്നിരിക്കുന്ന ഈ ഒരു ടൈമിലാണ്. അപ്പൊ ഇനിയുള്ള സമയമെല്ലാം നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യണം. ഈ ഒരു ഒറ്റയ്ക്കുള്ള സമയം അവർക്ക് മടുത്തു പോയിരിക്കുന്നു. എത്രയും വേഗം റിലേഷൻഷിപ്പിൽ വളരെ ക്വിക്കായിട്ട് തന്നെ ഒരു ലവ് കൊണ്ടുവരണമെന്നും ഒരിക്കലും ഇത് നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ ഇതിനെ എത്രയും ഫാസ്റ്റ് ആയിട്ട് തന്നെ ഒന്നിപ്പിക്കണം എന്നൊരു ഇമോഷനാണ് അവരുടെ ഉള്ളിലുള്ളത്. അതോടൊപ്പം തന്നെ ഡെസ്റ്റിനി ആണ്. നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ അവരുടെ ഡെസ്റ്റിനി ആണ് എന്നുള്ളത് അവർ കംപ്ലീറ്റ്ലി വിശ്വസിച്ച് കഴിഞ്ഞു. ആ ഒരു റീയൂണിയന്റെ കാര്യത്തിൽ അവർ അതുകൊണ്ടാണ് അത്രത്തോളം ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ആ ഒരു സെപ്പറേഷൻ സ്റ്റേജ് ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എൻഡിങ് അല്ല. നിങ്ങൾ ഒരിക്കലും പിരിഞ്ഞു പോകേണ്ട വ്യക്തികളല്ല. ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. കാരണം നിങ്ങൾ ഒന്നിക്കേണ്ട വ്യക്തികൾ തന്നെയാണ്. ആ ഒരു കാര്യം നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു പേഴ്സൺ ഈ ഒരു ടൈമിലാണ് ഇതെല്ലാം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നത്. കണക്ഷൻ വന്നിട്ടുണ്ട്, ബൗണ്ടറീസ്, imperfections ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വീണ്ടും ഒരു കണക്ഷൻ തരണം. ആ ഒരു കണക്ഷനിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വീണ്ടും എല്ലാ രീതിക്കും ഒരു സ്ട്രോങ് ആയിട്ട് തന്നെ ഇതിനെ കൊണ്ടുപോകണം. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് ബൗണ്ടറീസ് ഒക്കെ ഇവർ വെച്ചിട്ടുണ്ടായിരിക്കും. ഒരുപാട് ഫ്രീഡോ കാര്യങ്ങളോ ഒന്നും തരാതെ നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്തിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ബൗണ്ടറീസ് കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവരുടെ ആ ഒരു ക്യാരക്ടർ കൊണ്ടിട്ട് തന്നെ ആയിരിക്കണം ഇവർ ആ ഒരു ബൗണ്ടറീസ് നിങ്ങളുടെ അടുത്തേക്ക് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇനി ആ ഒരു ബൗണ്ടറീസ് ഒന്നും വേണ്ട. ആ ഒരു ബൗണ്ടറീസ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ അത് മാറ്റു കുറയ്ക്കും. ഒരു imperfection ആണത്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊന്നും ഇനി റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരരുത് എന്ന് ആഗ്രഹിച്ചിട്ട് ആ ഒരു കാര്യങ്ങളെ എല്ലാം പൂർണ്ണമായിട്ട് മാറ്റി ഈക്വൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വെക്കുകയാണ് ഇവര്.
ആ ഒരു ഈക്വൽ ആയിട്ടുള്ള കണക്ഷനിലൂടെ ബന്ധത്തിനെ വീണ്ടും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരിക്കുന്നു. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് ടോക്സിസിറ്റി ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. ഇവരുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെ ആയതുകൊണ്ട്. എന്നിട്ടും നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ വിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് വന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിശ്വാസം ഇവിടെ സത്യമാകുന്ന ഒരു എനർജി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഇവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വെഡ്ഡിംഗ് ആണ്. ഒരു കമ്മിറ്റ്മെന്റിലേക്കൊക്കെ പോകാൻ നിന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പാർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. ടോക്സിസിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിക്കല്ല, ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്ന എനർജിയാണ് ട്ടോ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. അല്ലാതെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്ന രീതിക്കുള്ള ടോക്സിറ്റി അല്ല ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ വെച്ചിരുന്ന വ്യക്തികൾ, അങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ നിയന്ത്രണം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഇവർ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. okay. അപ്പൊ ഇതാണ് അവരുടെ മനസ്സിൽ അവർ തീരുമാനം എടുത്തിരിക്കുന്ന കാര്യങ്ങളും. ഇതെല്ലാം തീർച്ചയായിട്ടും അവർ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഇമോഷൻസ്, അവർ നേരിട്ട കാര്യങ്ങൾ, അതൊന്നും നിങ്ങൾ അറിയരുത് എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. okay. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ റിലേഷൻഷിപ്പും ഒക്കെ ആയിട്ട് ഈ ഒരു ക്ലൂസിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. 44 അശ്വതി 1968 N എന്നൊരു ലെറ്റർ, ഏപ്രിൽ എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. ടോറസ്, അക്വേറിയസ് 40 3 എന്നൊരു ലെറ്റർ, ഭരണി എന്നൊരു സ്റ്റാർ, തൃക്കേട്ട M എന്നൊരു ലെറ്റർ, H, അവിട്ടം, വയനാട് R എന്നൊരു ലെറ്റർ, A എന്നൊരു ലെറ്റർ, 44 വിത്തിൻ 6 months ആണ് ചിലവരുടെ കേസിൽ കാണിച്ചിരിക്കുന്നത്. 38 V എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. വിത്തിൻ 3 months ചിലവരുടെ കേസിൽ കാണിക്കുന്നുണ്ട്. V again വന്നിട്ടുണ്ട്. പൂരം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ചിത്തിര എന്നൊരു സ്റ്റാർ ആണ് ലാസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതുമാണ്. ഓക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.